Study. Jai Radha Madhava Kunja Bihari, Jai Radha Madhava Kunja Bihari, Jai Govijana Vallabha Girivaradhari. Jaya Govijana Vallabha Girivaradhari. Yashodanandana Vrajajana Ranjana, Yashodanandana Vrajajana Ranjana, Yamuna Tira Vanachari, Yamuna Tira Vanachari. Jaya Radha Madhava Kunja Bihari, Jaya Radha Madhava Kunja Bihari. Jaya Shri Krishna Chaitanya Prabhu Nityananda, Shri Advaita Gadadhara Srivasa Bhakta-vrinda. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Rama, Hare Rama, Rama Rama, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna, Krishna Krishna, Hare Hare, Hare Ram, Ram Ram, Hare Hare. Hare Krishna,
ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമുക്കിത് ഭഗവത്ഗീത യഥാരൂപമാണ് എടുക്കേണ്ടത്. അതിന് മുമ്പ് നമുക്കൊരു കഥ പറയാം. 14 തുടക്കമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഒരാൾ ചോദിച്ചായിരുന്നു ഭാഗവതത്തിൻ്റെ തുടക്കം എന്താണ്. ഇന്നത്തെ ഒരു പ്രത്യേക ക്ലാസ് ആയിരിക്കും കേട്ടോ. ഓക്കെ, കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ്. ശരി, അപ്പോൾ ഒരു കഥ പറയട്ടെ. ശരി, എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. അതിനിടയ്ക്ക് ക്വസ്റ്റ്യൻസ് ഉണ്ട് കേട്ടോ. അന്നതാവത്തമായ അതായത് ഗോലോക വൃന്ദാവനത്തിൽ ആരാണുള്ളത്? ഭഗവാനും രാധാറാണി അല്ലേ? അവരുടെ സ്ഥലമാണ്. അവിടെ അവരെല്ലാ ദിവസവും ഈ ലീലകൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിക്കും അതെല്ലാം കഴിഞ്ഞ് അതൊക്കെ കഴിഞ്ഞ് അത് മതിയാക്കുന്നു. അല്ല, ഓരോ ലീലകൾ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കണം ഓരോ ദിവസവും. അതിനൊന്നും ഒരു മാറ്റമില്ല. കാരണം അവിടെ നിത്യ യൗവനമാണ് അല്ലേ? അവിടെ അവരാരും വയസ്സാവുന്നു, അവരിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാധാറാണിയും ഭഗവാനും കൂടെ എല്ലാ ദിവസവും സമ്മേളിക്കുന്ന സ്ഥലമൊക്കെ തീരുമാനിക്കുന്നത് തുളസി മഹാറാണി. തുളസി മഹാറാണിയെ അറിയാമല്ലോ അല്ലേ? തുളസി മഹാറാണി ഭഗവാന്റെ ഭയങ്കര ഉത്തമ ഭക്തയാണ്, സത്യം അല്ലേ? അപ്പോൾ ഈ തുളസി മഹാറാണിയുടെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എവിടെയാണ് സന്തോഷമായിട്ട് സമാധാനമായിട്ട് സമ്മേളിക്കാൻ പറ്റുന്നത് ആ ഏരിയ തിരഞ്ഞെടുക്കുന്നത്, ആ സ്ഥലം തിരഞ്ഞെടുക്കുന്ന ജോലി ആർക്കാണുള്ളത്? തുളസി മഹാറാണിക്കുള്ളത്. അപ്പോൾ ഈ തുളസി മഹാറാണിക്ക് ഇങ്ങനെ എവിടെയെല്ലാം നടക്കാൻ പറ്റും അല്ലേ? കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തുളസി മഹാറാണിയെ സഹായിക്കാനായിട്ട് 2 തത്തകളുണ്ട്. മനസ്സിലാവുന്നുണ്ട്? കേൾക്കുന്നില്ലേ? മനജി അവിടെ ഉണ്ടായിരുന്നില്ല. ശരി ശരി. അപ്പോൾ പിന്നെ കുഴപ്പമില്ല. അപ്പോൾ മനജെ കൊണ്ട് പറയിപ്പിക്കായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ചോദ്യങ്ങൾ ചോദിക്കാം കേട്ടോ. മനജി ഉത്തരം പറഞ്ഞാൽ മതി. അപ്പോൾ 2 തത്തകളുണ്ടായിരുന്നു. എത്ര തത്തകൾ? 2 തത്തകൾ. ആ തത്തകൾ ഇങ്ങനെ പറഞ്ഞിട്ട് അവരുടെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ, പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം സമ്മേളിച്ച സ്ഥലത്ത് പിന്നെ സമ്മേളിക്കാൻ പാടില്ല. ഒരു സമയത്ത് മീറ്റ് ചെയ്ത സമയത്ത്, ഒരു സ്ഥലത്ത് മീറ്റ് ചെയ്ത സ്ഥലത്ത് പിന്നീട് ഒരു അവസരത്തിൽ മീറ്റ് ചെയ്യാൻ പാടില്ല. ഡ്യൂപ്ലിക്കേഷൻ വരാൻ പാടില്ല. അത് നോക്കേണ്ടത് ആരുടെ ജോലിയാണ്? ഈ തുളസി മഹാറാണിയുടെ രാജ്യം. ആ തുളസി മഹാരാജ് സഹായിക്കുന്ന ആരാണ്? 2 തത്തകളാണ്. അപ്പോൾ അവരിങ്ങനെ പറഞ്ഞു നോക്കിയിട്ട് നല്ല മനോഹരമായിട്ടുള്ള ബ്യൂട്ടി ആയിട്ടുള്ള സ്പോട്ടുകൾ അവർ കണ്ടുപിടിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും? അവർ തുളസി മഹാറാണിയോട് പറഞ്ഞു, ഇത്ര ഈ ഇന്ന ദിക്കിൽ അവിടെ ഒരു നല്ലൊരു സ്പോട്ടുണ്ട്, അവിടെ ഇന്ന് ഭഗവാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും എന്നൊക്കെ പറയും. കാരണം അവരുടെ എല്ലാവരുടെയും ജോലി എന്താണ്? ഭഗവാനെ എങ്ങനെ സന്തോഷിപ്പിക്കാവുന്നതാണ് അല്ലേ? നമ്മളും അവിടെ ആയിരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തോ ഒരു ഇച്ചിരി കുരുത്തക്കേട് കൊണ്ട് നമ്മൾ താഴോട്ട് പോകുന്നതാണ് അല്ലേ? അവിടെ എന്തോ കുട്ടിമാരി കാണിച്ചു, ഭഗവാനോടൊരു അസൂയ തോന്നി അങ്ങനെ വന്നതാണ്. അപ്പോൾ ഇതാണ് എല്ലാ ദിവസവും നടക്കുന്നത്. ഇപ്പോൾ മനസ്സിലായല്ലോ? ഒരു ദിവസം ഒരു അപ്പോൾ തത്ത വന്നിട്ട് തുളസി റാണിയോട് പറയും, തുളസി മഹാറാണി ആരുടെ പോയി പറയും? രാധാറാണിയോട് പോയി പറയും അല്ലേ? അങ്ങനെയാണ് രാധാറാണിയാണ് പിന്നെ ഭഗവാനെയും കൊണ്ട് ആ സ്പോട്ടിലേക്ക് പോകുന്നത്. ഒരു ദിവസം ഒരു തത്ത വിചാരിച്ചു, ഞാൻ എന്തിനാ ഇനിയിപ്പോൾ ഈ തുളസി മഹാറാണിയോട് പോയി പറയണേ? എനിക്ക് ഡയറക്റ്റായിട്ട് രാധാറാണിയോട് പോയി പറഞ്ഞ പോലെ ആ ക്രെഡിറ്റ് എനിക്ക് കിട്ടുമല്ലോ. അപ്പോൾ രാധാറാണി പറയും, വളരെ നന്നായി, മിടുക്കുകയാണെന്ന് എന്നൊക്കെ പറയുമല്ലോ അല്ലേ? എനിക്ക് അനുഗ്രഹം ഡയറക്റ്റായിട്ട് കിട്ടുമല്ലോ എന്ന് പറഞ്ഞിട്ട്, ഇത് നമ്മളെല്ലാവരും അങ്ങനെയല്ലേ അല്ലേ? ആ തത്ത നമ്മളെല്ലാവരും അങ്ങനെയാണ് അല്ലേ? എന്തിനാ ഒരാൾ ഇടയിൽ കൂടെ ഒരു മീഡിയേറ്റർ, എന്തിനാ നമുക്ക് ഡയറക്റ്റായിട്ട് പോയാൽ പോലെ ആ ക്രെഡിറ്റും കൂടെ നമുക്ക് കിട്ടത്തില്ലേ എന്ന് ചിന്തിക്കുന്ന കൂട്ടത്തിൽ അങ്ങനെ ഏതോ ഒരു അവസരത്തിൽ ഈ തത്തയ്ക്ക് അങ്ങനെ തോന്നി. തത്ത വലിയ ഗമയിൽ ഇതൊക്കെ കണ്ടുപിടിച്ചിട്ട് നേരെ രാധാറാണിയുടെ അടുത്ത് പോയി, രാധാറാണി ഇങ്ങനെ ഒരു സ്പോട്ടുണ്ട്, നല്ല രസമാണ് കേട്ടോ, അവിടെ നമുക്കിന്ന് പോവാം, ഭഗവാനെ കൊണ്ട് അവിടെ പോയാൽ മതിയോ? രാധാറാണിക്ക് സത്യം പറഞ്ഞ ദേഷ്യം വന്നു. എന്താണ്
നിന്നോട് ആര് പറഞ്ഞു എന്നോട് ഒന്ന് പറയാനായിട്ട്? അങ്ങനെയല്ലല്ലോ നീ ചെയ്യുന്നത്. നീ തുളസി മഹാരാണിയോടല്ലേ പോയി പറയണ്ടേ? നീ എന്തിനാ എൻ്റെ അടുത്ത് വന്നത്? ഇത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് തത്ത ശപിക്കും, അല്ലേ? നിനക്ക് ഈ ഗോലോകത്തെ വൃന്ദാവനത്തിൽ ഇരിക്കാനുള്ള യോഗ്യത നഷ്ടപ്പെട്ടിരിക്കുന്നു. നീ എത്രയും പെട്ടെന്ന് ഭൂമിയിലോട്ട് പൊക്കളം പോകും. ഇവിടെ നിനക്ക് ഇനി സ്ഥലമില്ല, നിനക്ക് ഇനി ഇവിടെ പറ്റത്തില്ല, പൊക്കളം പോകും. ശപിക്കുവാണ്. തത്ത അങ്ങനെ വളരെ വിഷമിച്ച് ഗോലോക വൃന്ദാവനം വിട്ടു പോകണമെന്നല്ലേ പറഞ്ഞേ? അവരിപ്പോൾ താഴോട്ട്, തത്ത ഇങ്ങനെ പറന്ന് താഴോട്ട് വരികയാണ്. ഇനി എവിടെ പോകുന്നിങ്ങനെ ആലോചിച്ചിട്ട് പറന്ന് ഇങ്ങനെ അവിടെ എത്തുമ്പോൾ എവിടെ എത്തിയെന്നറിയോ? കൈലാസത്തിലെത്തും. കൈലാസത്തിൽ ആരുടെ സ്ഥലമാണ്? ശിവഭഗവാനും പാർവതി ദേവിയുടെയും സ്ഥലമാണ്, അല്ലേ? അവിടെ വന്നപ്പോൾ തത്തയ്ക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ്? ആരോ പറയുന്നുണ്ട്, ഭാഗവതം പറയുകയാണ്. ഇതെവിടെ നിന്നാണ് ഈ ഭാഗവതം വരുന്നതെന്ന് പറഞ്ഞിട്ട് തത്ത ഇങ്ങനെ കാതോർത്തപ്പോൾ കണ്ടു, ശിവഭഗവാൻ പരമശിവൻ പാർവതിയോട് എന്ത് പറഞ്ഞു കൊടുക്കുന്നു? ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്, അല്ലേ? അപ്പോൾ നമുക്കൊക്കെ ഒരു സ്വഭാവമുണ്ട്. എന്താണ്? ഈ ഭാഗവതവും ഭഗവത്ഗീതയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഉറക്കം വരും. ഉറക്കം വരുമോ? തീർച്ചയായിട്ടും ഉറക്കം വരും, ഇല്ല അല്ലേ? അപ്പോൾ പാർവതി ദേവി ഉറങ്ങിപ്പോയി. പക്ഷേ അതിന് മുമ്പേ നമ്മൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു കഥ പറയുകയാണെങ്കിൽ നമ്മൾ ഈ ശ്രവിക്കാൻ ആൾക്കാരില്ലെങ്കിൽ നമുക്കത് പറയാൻ തോന്നുമോ? ഇല്ല. അപ്പോൾ ശ്രവിക്കണവരെന്ത് ചെയ്യും? എന്നിട്ട് അടുത്ത എന്ത് സംഭവിക്കും നമ്മൾ ചോദിക്കില്ലേ? അപ്പോൾ ഒരു ആകാംക്ഷയുണ്ട്. അപ്പോൾ നമുക്കും പറയാനുള്ളൊരു ഒരു താല്പര്യം ഉണ്ടാവും. അപ്പോൾ അതിങ്ങനെ പാർവതി ദേവി എന്നൊക്കെ ആക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ പാർവതി ദേവി അറിയാതെ ഉറങ്ങിപ്പോയി. ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നാക്കാൻ പറ്റുമോ? ഇല്ല, അല്ലേ? അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ പാർവതി ദേവി ഇരുന്ന് ഉറങ്ങുന്നു. അപ്പോൾ തത്ത നേരെ ഒരു മരച്ചില്ലയിൽ ഇങ്ങനെ ലാൻഡ് ചെയ്തിട്ട് അവിടെ ഇരുന്ന് ശിവഭഗവാൻ പറയുന്ന കഥ കേട്ടിട്ട് അങ്ങ് ലയിച്ച് ഇന്ന് പാർവതി ദേവി പറയുന്നതല്ല എന്നൊക്കെ ആക്കാൻ തുടങ്ങി. അപ്പോൾ അത് കേട്ടിട്ട് ശിവഭഗവാൻ ഇങ്ങനെ വളരെ സന്തോഷമായിട്ട് വളരെ ബ്ലിസ്സായിട്ട് അതിങ്ങനെ ആസ്വദിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കുറേ കഴിഞ്ഞ് എപ്പോഴോ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ മുമ്പിലിരിക്കുന്ന ആൾ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുന്നു, ഭാഗവതം കെട്ടിട്ട് ഉറങ്ങുന്നു എന്നിങ്ങനെ വിചാരിച്ചു. അപ്പോൾ പിന്നെ എൻ്റെ അടുത്ത് ഇത്രയും നാൾ മൂളിയതാര്? ഇങ്ങനെ നോക്കിയപ്പോൾ അവിടെ ഒരുത്താനിരിക്കണം, ഒരു തത്ത, അല്ലേ? അപ്പോൾ നീ എന്നെ പറ്റിക്കായിരുന്നു, എന്നെ ചീറ്റ് ചെയ്യായിരുന്നു എന്ന് പറഞ്ഞിട്ട് ശിവഭഗവാൻ എന്ത് സംഭവിച്ചു? ഭഗവാൻ പെട്ടെന്ന് ദേഷ്യം വന്നു. ക്ഷിപ്രപ്രസാദിയും ക്ഷിപ്രകോപിയാണ്. ആര്? പരമശിവൻ, അല്ലേ? അദ്ദേഹം ഇത് നീ ആയിരുന്നോ എന്നെ ഇങ്ങനെ ഇത്രയും കാലം പറ്റിച്ചുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞിട്ട് ശൂലം എടുത്ത് ഈ തത്തയെ കൊല്ലാനായിട്ട് ഓടുവന്നു. നിന്നെ ഇപ്പം ഞാൻ കശാപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഓടിക്കുക. തത്ത ഇത് കണ്ട് വരണ്ട് ഓടി ഗോലോക വൃന്ദാവനത്തിൽ നിന്ന് രക്ഷപ്പെട്ട് വന്നതാ. ഇവിടെ നിൽക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞത് എന്നെ കൊല്ലാവരുതേ എന്ന് പറഞ്ഞിട്ട് തത്ത ഇങ്ങനെ ഓടുകയാണ്. പുറകെ ആരുണ്ട്? ശൂലം കൊണ്ട് ശിവഭഗവാനുണ്ട്. ഓടി ഇങ്ങനെ എല്ലാ സ്ഥലത്തും എല്ലാ ഗ്രഹത്തിലും പോവാണ്, അല്ലേ? അവിടെ എങ്ങനെ നിവൃത്തിയില്ല. തത്ത പുറകോട്ട് തിരിഞ്ഞ് നോക്കുമ്പോൾ ശൂലം കൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഓടി വരുന്നുണ്ട്. നേരെ ഭൂലോകത്തെത്തി, അല്ലേ? ഭൂലോകത്തെത്തിയപ്പോൾ അവിടെയും തത്തയ്ക്ക് ഒരു കാര്യം കേൾക്കാൻ പറ്റി. എന്താണ്? ഭാഗവതം. കണ്ടോ? അവിടെയും ഇതേ സമയത്ത് വ്യാസദേവന്റെ പത്നിക്ക് ഈ ഭാഗവതം പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ മാതാജി ഉറങ്ങുന്നുണ്ടായിരുന്നില്ല, വളരെ ശ്രദ്ധിച്ച് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ അവനിങ്ങോട്ട് മുഴുകിയിട്ട് അങ്ങനെ ഇരിക്കുകയായിരുന്നു. ഈ ജഗന്നാഥ് ബലദേവ് സുഭദ്രമ്മയുടെ രൂപം കണ്ടിട്ടുണ്ടോ? അവരുടെ കൈയൊക്കെ അങ്ങ് ഉള്ളിലോട്ട് കയറിപ്പോയത് കണ്ടോ? കാലൊക്കെ ഉള്ളിൽ കയറിപ്പോയതുണ്ടോ? കണ്ടിട്ടില്ലേ? അത് ഭഗവാന്റെ കഥ ശ്രവിച്ചിട്ടാണ്, അല്ലേ? അതും ഭാഗവതം. ആ ശ്രവണം കേട്ടിട്ടാണ് അവരുടെ അങ്ങനെ ഇൻവോൾവായി അതൊക്കെ കൈയൊക്കെ അങ്ങോട്ട് അകത്തോട്ട് കയറിപ്പോയി. നമുക്കും അങ്ങനെയൊക്കെ ചിലപ്പോൾ ഫീലാവും, അല്ലേ? അത്രയും ആഴത്തിൽ നമ്മളിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ. അതുപോലെയാണ് ആര് ഇപ്പം കേട്ടുകൊണ്ടിരിക്കുന്ന അവിടെ? വ്യാസദേവന്റെ പത്നി, അല്ലേ? വ്യാസദേവനിൽ നിന്ന് ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുകയാണ്. അത്രയും ലയിച്ചിരിക്കുകയാണ്. ഈ ലയിച്ചിരുന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ അവിടെ ഉറക്കമല്ലേ വന്നു. പിന്നെയോ ഇങ്ങനെ ലയിച്ചിരുന്ന് വായ അങ്ങ് തുറന്നു വച്ചിരിക്കുക, അല്ലേ? നമ്മളങ്ങനെ ഇരിക്കില്ലേ? വായ തുറന്നിരിക്കില്ലേ? ചിലപ്പോൾ നമ്മൾ അറിയത്തില്ല. കാരണം നമ്മുടെ ശരീരം നമ്മൾ മറന്നു പോകും, അല്ലേ? നമ്മളെല്ലാവരും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് നമ്മൾ മറന്നു. അതിലങ്ങ് ലയിച്ചിങ്ങനെ വായും തുറന്ന് അങ്ങനെ അത്രയ്ക്ക് അങ്ങ് ലയിച്ചിരിക്കുവാണ്, വായും തുറന്നിരിക്കുകയാണ്. ഈ തത്തയാണെങ്കിലോ എവിടെ ഒളിക്കട്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കി നടക്കുമായിരുന്നു. അപ്പോൾ കാണാൻ ഒരു വായ ഇങ്ങനെ തുറന്നിരിക്കുന്നു. ഒരൊറ്റ ഓട്ടം ആ വായിക്കാത്തോട്ട് കയറി. ആര്?
ആരുടെ തത്ത? തുളസി മഹാറാണിയുടെ തത്ത അല്ലേ? പുറകെ ആരുണ്ട്? ശിവഭഗവാൻ ശൂലമായിട്ട് ഇങ്ങനെ ഓടി വരികയാണ്. ഇപ്പോൾ ഒരു തത്തയെ കൂടെ ഓടിയെന്നല്ലോ, എവിടെ കണ്ടില്ലല്ലോ, എനിക്ക് അതിന് ശരിയാക്കണം, തട്ടണം, കൊല്ലണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ വ്യാസദേവൻ കണ്ണു തുറന്ന് നോക്കിയപ്പോൾ ഇതാണ് സംഭവം. അപ്പോൾ വ്യാസദേവൻ ചോദിച്ചു, ശിവഭഗവാനെ അങ്ങ് എന്താണ് ചെയ്യുന്നത്? അങ്ങ് എല്ലാം മറന്നിട്ട് നടക്കുവാണ് അല്ലേ? ഭാഗവതം, ആ തത്ത എന്താണ് കേട്ടുകൊണ്ടിരുന്നത്? ഭാഗവതം. അങ്ങ് ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലായിരുന്നു? ഭാഗവതം കേട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ എന്ത് പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു? ഭാഗവതം കേട്ടു. അതും തത്ത ഇവിടെയല്ലേ വന്നത്? ആ ഭാഗവത ശ്രവണം ചെയ്യുന്ന ആൾക്ക് മരണമുണ്ടോ? ഇല്ല. അദ്ദേഹത്തിന് അവരെ ആർക്കെങ്കിലും കൊല്ലാൻ പറ്റുമോ? ഇല്ല. കാലൻ പോലും യമദേവൻ പോലും മാറി നിൽക്കുന്ന സ്ഥലമാണ് എന്ത്? ഭാഗവതം നടക്കുന്ന സ്ഥലം. അങ്ങനെ വരുമ്പോൾ അങ്ങേക്ക് ആ തത്തയെ കൊല്ലാൻ പാടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് ശിവഭഗവാൻ അതിനെക്കുറിച്ച് ആലോചിച്ചത്. ആ ശരിയാണല്ലോ, ഞാൻ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ തിരിച്ച് വളരെ സമാധാനത്തോട്ട് പോവാണ്. അപ്പോൾ ഈ തത്ത ഇവിടെ പോയിപ്പോൾ ആരുടെ വയറ്റിലാണ്? വ്യാസദേവൻ്റെ ഭാര്യയുടെ വയറ്റിനകത്താണ് അല്ലേ? അത് അവിടെ ഗർഭമായി പരിണമിക്കുകയും അല്ലേ? നമ്മളൊക്കെ എത്ര മാസം കഴിയുമ്പോൾ പ്രസവിക്കും? പ്രഭുവല്ല, അമ്മമാർ. ഒരു എത്ര ഇപ്പോൾ 10 9 നമ്മൾ കേട്ടിട്ടുള്ളത്. 9 മാസം കഴിയുമ്പോൾ പ്രസവിക്കണമെന്നാണ്. പക്ഷേ ഇദ്ദേഹം വെളിയിലോട്ട് വന്നില്ല. ആര്? ഇതിനകത്ത് കിടക്കുന്ന തത്ത. തത്തയുടെ മറ്റൊരു പേരാണ് ശുഖ. ശുഖ എന്ന് പറഞ്ഞാൽ എന്താണ്? തത്തയാണ്. അപ്പോൾ ഈ തത്ത ഉള്ളിൽ കിടന്ന് ഇങ്ങനെ അല്ലേ അവിടെ കിടക്കുകയാണ്. വർഷം 1 വരുന്നില്ല വെളിയിലോട്ട്, 2 വെളിയിലോട്ട് വരുന്നില്ല. ഈ അമ്മ, ഈ വ്യാസദേവൻ്റെ ഭാര്യ ഈ വയറും തൂക്കിക്കൊണ്ട് ഇങ്ങനെ നടക്കുക അല്ലേ? 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12, 13, 14, 15 വർഷമായി. എന്നിട്ട് ഇത് ഇറങ്ങി വരുന്നില്ല. 16ാമത്തെ വർഷം വ്യാസദേവൻ പറഞ്ഞു, എൻ്റെ പൊന്നു കുഞ്ഞ്, നീ ഒന്ന് ഇറങ്ങി വാ, ഇവർക്കൊരു മോചനം കിട്ടട്ടെ. നിൻ്റെ അമ്മയ്ക്ക് വളരെ വിഷമമാണ് ഇതിങ്ങനെ തൂങ്ങി നടക്കാനായിട്ട്. അതുകൊണ്ട് നീ ദയവ് ചെയ്ത് അപ്പം പറഞ്ഞു, ഞാൻ വെളിയിലോട്ട് വരുന്നില്ല. കാര്യം എന്താണ്? ഞാൻ വെളിയിലോട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം എന്നെ മായ പിടിക്കും അല്ലേ? ആര് പിടിക്കും? മായ പിടിക്കും. അതുകൊണ്ട് ഞാൻ വെളിയിലോട്ട് വരുന്നില്ല എന്ന്. അപ്പോൾ വ്യാസദേവൻ പറഞ്ഞു, ഇല്ല, ഞാൻ നിനക്ക് വാക്ക് തരുന്നു, നിന്നെ ഒരിക്കലും മായ തീണ്ടത്തില്ല, മായ നിന്നെ ആക്രമിക്കില്ല, മായ നിന്നെ പിടിക്കില്ല എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് അദ്ദേഹം വെളിയിലോട്ട് വരുന്നത്. ഒരുപാട് കണ്ടീഷൻസ് ഒക്കെ ചോദിച്ചു, അതൊക്കെ ഓക്കെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം വെളിയിലോട്ട് വന്നത്. വെളിയിലോട്ട് വന്നപ്പോൾ ഇപ്പോൾ എത്ര വയസ്സായ കുഞ്ഞിന്? 16 വയസ്സായി. അതേപോലെ ഒരൊറ്റ പോക്കായിരുന്നു. എവിടെ പോട്ട്? കാട്ടിലോട്ട് പോയി അല്ലേ? അപ്പോൾ വ്യാസദേവൻ പുറകെ വിളിക്കണം, അയ്യോ എൻ്റെ കുഞ്ഞെ, നീ ആ ഉപനയനാവലും ചെയ്തിട്ട് പോകാൻ നോക്ക്, ഇവിടെ നില്ല്, പ്ലീസ് വാ എന്ന് പറഞ്ഞു. തിരിഞ്ഞു പോലും നോക്കില്ല, ഒരൊറ്റ നടപ്പായിരുന്നു. ആര്? സുഖദേവ് അല്ലേ? അദ്ദേഹത്തിനെയാണ് ശുഖദേവ് എന്ന് പേരുള്ളൂ. ശുഖ എന്ന് പറഞ്ഞാൽ തത്ത അല്ലേ? തത്തയായിട്ട് ജനിച്ചതാണ് സുഖദേവ്. അദ്ദേഹം കാട്ടിലേക്ക് പോയി. ഇങ്ങനെ അത് കഴിഞ്ഞിട്ട് വ്യാസദേവൻ പലരെയും ഇങ്ങനെ പല ദിക്കിലേക്ക് വിട്ടു, എൻ്റെ കുഞ്ഞിനെ ഒന്ന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല. അദ്ദേഹം അത്രയ്ക്ക് ഇങ്ങനെ മുഖ്യമായിട്ട് എവിടെയോ. ഒരു ദിവസം ഇങ്ങനെ ഈ ശുഖദേവ് അവിടെ കാട്ടിൽ നിൽക്കുമ്പോൾ ആരോ ഭാഗവതത്തിലെ കുറച്ച് ശ്ലോകങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇങ്ങനെ ശ്രദ്ധിച്ചപ്പോൾ കുറച്ച് അനുചരന്മാരവിടെ നിൽപ്പുണ്ട് അല്ലേ? വ്യാസദേവൻ്റെ ശിഷ്യന്മാരാണ് ഇവരെ. അദ്ദേഹത്തിന് അന്വേഷിച്ച് നടക്കുന്നതാണ്. പക്ഷേ അതിൽ കണ്ടില്ല. പക്ഷേ ഇവരവിടെ ഇരുന്ന് ശ്ലോകം പറയുക. അപ്പോൾ അദ്ദേഹം വന്ന് ചോദിച്ചു, നിങ്ങൾക്ക് ഈ ശ്ലോകമൊക്കെ ആര് പഠിപ്പിച്ചിരുന്നു? നിങ്ങൾക്കിത് എവിടെ നിന്ന് കിട്ടി? നല്ല ശ്ലോകമാണല്ലോ, ഭാഗവതമാണല്ലോ, നിങ്ങളത് എവിടെ നിന്ന് കിട്ടിയെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇതൊക്കെ ഞങ്ങളുടെ ഗുരു പറഞ്ഞു തന്നതാണ്, നിനക്കത് കേൾക്കണമെന്നുണ്ടെങ്കിൽ ഞങ്ങളോട് വന്നാൽ മതി, ഞങ്ങൾ ഗുരുവിനെ കാണിച്ചു തരാമെന്ന് പറയും. എന്നാൽ പിന്നെ വരാമെന്ന് പറഞ്ഞിട്ട് ഭാഗവതം കേൾക്കാൻ വേണ്ടി ഈ ശിഷ്യന്മാരുടെ കൂടെ ആര് വന്നു? ശുഖദേവ് നടന്നു. എന്നിട്ട് വ്യാസദേവൻ്റെ അടുത്തുനിന്ന് ഈ ഭാഗവതം മുഴുവൻ കേൾക്കുക. മനസ്സിലായോ? അത് കഴിഞ്ഞിട്ടാണ് ശുഖദേവ ഗോസ്വാമി ആർക്ക് പറഞ്ഞു കൊടുക്കുന്നത്? പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. നമ്മൾ ഈ ഒരു ഭാഗവതം തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിലൊരു പിക്ചർ കാണാൻ പറ്റും അല്ലേ? പരീക്ഷിത് മഹാരാജാവ് ഇരിക്കുന്നതും ഒരു വസ്ത്രം പോലും ഇല്ലാതെ നമ്മുടെ ശുഖദേവ ഗോസ്വാമി ഇരിക്കുന്നതും. അദ്ദേഹത്തിന് ഈ 3 മോഡ്സ് ഓഫ് നേച്ചർ തീണ്ടിയിട്ടേ ഇല്ല. അദ്ദേഹത്തിന് അതിന് ഉപരിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് നാണമോ അങ്ങനെയുള്ള വിഷമങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമുക്ക് തോന്നുന്ന കാര്യങ്ങളും വികാരങ്ങളൊന്നും ആർക്ക് തോന്നില്ല. ശുഖദേവ ഗോസ്വാമിക്ക് തോന്നില്ല. അദ്ദേഹത്തിനെ കണ്ടാൽ നമുക്കും തോന്നില്ല. മനസ്സിലായില്ലേ?
ഒരു അവസരത്തിൽ വ്യാസദേവനും ശുകദേവ ഗോസ്വാമിയായിട്ട് ഇങ്ങനെ നടന്നു പോവുകയാണ്. ശുകദേവ ഗോസ്വാമിയാണ് മുമ്പേ നടന്നു പോയപ്പോൾ അവിടെ കുറേ മാതാജിമാർ അവിടെ കുളിക്കുന്നുണ്ടായിരുന്നു അല്ലേ. കുറേ സ്ത്രീകൾ അവിടെ ഒരു പുഴയിൽ കുളിക്കുന്നുണ്ടായിരുന്നു. അവർ എഴിച്ചെന്ന് തൊഴുതു അല്ലേ ഇദ്ദേഹം നടന്നു പോയപ്പോൾ. പുറകെ വ്യാസദേവൻ വന്നപ്പോൾ മുണ്ടെല്ലാം എടുത്ത് മടക്കി അല്ലേ മൂടി പൊറിച്ച് അവിടെ നിന്നു അല്ലേ. അപ്പോൾ വ്യാസദേവൻ ചോദിച്ചു, ഞാൻ ഇത്രയും വയസ്സായ മനുഷ്യനല്ലേ, നിങ്ങൾ എന്നെ കണ്ടപ്പോൾ എന്താ, നിങ്ങളൊരു ഗൃഹസ്ഥനാണ്. പക്ഷെ അദ്ദേഹം ഇതൊന്നും ഇതിൻ്റെ അപ്പുറത്താണ്. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ ഞങ്ങൾക്ക് നാണമെന്ന് തോന്നിയില്ല. പക്ഷേ നിങ്ങളെ കണ്ടപ്പോൾ എനിക്ക് ഞങ്ങൾക്ക് നാണം തോന്നി, ഇത്രയും വയസ്സായ മനുഷ്യനാണ്. മനസ്സിലായോ? ഞാൻ ആ ഉദാഹരണം പറഞ്ഞത് ഈ 3 മോഡ്സ് ഓഫ് നേച്ചറിൻ്റെ അപ്പുറത്താണ് ആര്? ശുകദേവ ഗോസ്വാമി. ഇപ്പോൾ മനസ്സിലായോ? ഈ 3 മോഡ്സ് ഓഫ് നേച്ചറിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മൾ 14-ാമത്തെ അധ്യായം തുടങ്ങുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ ഇപ്പം മനസ്സിലായില്ല, ആ 3 മോഡ്സ് ഓഫ് നേച്ചർ ഇതുമായിട്ട് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഞാനതങ്ങനെ പറഞ്ഞത്. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത യഥാരൂപം അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്രീ ഭഗവാനുവാച. പരം ഭൂയാ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയാ സർവേ പരാം സിദ്ധിമിദോ ഗതാ. ശ്രീ ഭഗവാനുവാച. പരം ഭൂയാ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയാ സർവേ പരാം സിദ്ധിമിദോ ഗതാ. ശ്രീ ഭഗവാനുവാച. പരം ഭൂയാ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനയാ സർവേ പരാം സിദ്ധിമിദോ ഗതാ. Param Siddhimido Gadaha. Very good. Hare Krishna. Say Bhagavanu Vacha.
ശ്രീ ഭഗവാൻ ഉവാച, ശ്രീ ഭഗവാൻ പറഞ്ഞു, ജ്ഞാനാനാം, ജ്ഞാനങ്ങളിൽ വച്ച്, ഉത്തമം, ഉത്തമവും, പരം, പരമവുമായ ജ്ഞാനം, ജ്ഞാനത്തെ, ഭൂയ, വീണ്ടും, പ്രവക്ഷ്യാമി, ഞാൻ ഉപദേശിച്ചു തരാം, യത്, യാതൊന്നിനെ, ജ്ഞാത്വാ, അറിഞ്ഞിട്ട്, സർവേ മുനിയ, സകല മുനികളും, ഇതഹ, ഇതിൽ നിന്ന്, പരാം സിദ്ധിം, പരമമായ സിദ്ധിയെ, ഗതഹ, പ്രാപിച്ചു. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, ഏതൊന്നറിഞ്ഞതുകൊണ്ടാണോ ഈ ഋഷികളെല്ലാം തികഞ്ഞ പരിപൂർണത നേടിയിട്ടുള്ളത്, സർവോത്കൃഷ്ടമായ ആ പരമജ്ഞാനത്തെപ്പറ്റി ഞാൻ വീണ്ടും നിന്നോട് പറയാം. ഭാവാർത്ഥം ജയശ്രീല പ്രഭുപാദ്. 7-ാം അധ്യായം മുതൽ 12-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ നിരപേക്ഷ തത്വമായ പരമദിവ്യോത്തമ പുരുഷനെ ശ്രീകൃഷ്ണൻ വിശദമായി വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഭഗവാൻ തന്നെ വീണ്ടും അർജുനനെ ബോധദീപ്തനാക്കുന്നു. തത്വജ്ഞാനപരമായ ഊഹാപോഹ പ്രക്രിയയിലൂടെ ഈ അധ്യായത്തെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഭക്തിയുടെ സേവനത്തിൻ്റെ പ്രഭാവം സ്പഷ്ടമാവും. വിനയപൂർവം അറിവ് നേടിയെടുക്കുന്നവർക്ക് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയുമെന്ന് 13-ാം അധ്യായത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രകൃതിയിലെ ത്രിഗുണങ്ങളുമായുള്ള സമ്പർക്കത്താലാണ് ജീവസത്ത ഭൗതിക ലോകത്തിൽ കുരുങ്ങുന്നതെന്നും പറഞ്ഞു. ആ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്തെന്നെല്ലാമെന്നും അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ആത്മാവിനെ അവ കുടുക്കിൽപ്പെടുത്തുന്നതും മോചിപ്പിക്കുന്നതും ഏതേത് വിധത്തിലെന്നും ഈ അധ്യായത്തിൽ പരമപുരുഷൻ വിവരിക്കുന്നു. ഇവിടെ വിവരിക്കപ്പെട്ട ജ്ഞാനം മറ്റധ്യായങ്ങളിൽ വെളിവാക്കപ്പെട്ട ജ്ഞാനത്തെക്കാൾ ഉത്കൃഷ്ടമാണെന്ന് പരമപുരുഷൻ തന്നെ പ്രഖ്യാപിക്കുന്നു. ഈ ജ്ഞാനം നേടിയത് കൊണ്ടാണ് അനേകം ഋഷിവര്യന്മാർ പരിപൂർണതയിൽ എത്തിയതും ആധ്യാത്മിക ലോകത്തിലേക്ക് കടന്നതും. അതേ ജ്ഞാനത്തെ തന്നെയാണ് ഭഗവാൻ ഇവിടെ കുറെ കൂടി ഭംഗിയായി വിശദീകരിക്കുന്നത്. ഇതുവരെ പ്രതിപാദിക്കപ്പെട്ട ജ്ഞാനപ്രക്രിയകളെക്കാൾ ശ്രേഷ്ഠതയുണ്ടതിന്. ഇതറിഞ്ഞിട്ട് പലരും പരിപൂർണത നേടിയിട്ടുണ്ട്. തന്മൂലം ഈ 14-ാം അധ്യായം സശ്രദ്ധം പഠിക്കുന്നവർക്ക് പരിപൂർണത നേടാം. ഓം അജ്ഞാനത്തിമിരന്തസ്യ ജനാഞ്ജനചലകയാ ചക്ഷുരുന്മീലിതം തസ്മൈ ശ്രീ ഗുരുവേ നമഃ. ഹരേ കൃഷ്ണ. ഈ അമ്മമാർക്കൊരു സ്വഭാവമുണ്ട് അല്ലേ? ആരെങ്കിലും വന്ന് നമ്മളോട് കുറ്റം പറയാണ്, നമ്മളെ കുഞ്ഞിനെ കുറിച്ച് കുറ്റം പറയാണ്, നമ്മളെന്ത് പറയും? എൻ്റെ മകൻ നല്ലവനാണ്, അവനോരോ തെറ്റും ചെയ്യത്തില്ല, നിൻ്റെ മകൻ്റെ കൂടെ കൂടിയിട്ടാണ് അവൻ ചീത്തയായത് അല്ലേ? അല്ലെങ്കിൽ ഈ കൂട്ടുകാരാണ് അവന് ചീത്തയാക്കണമെന്നൊക്കെ പറയില്ലേ? അതുപോലെയാണ് ഇവിടെ പറയുന്നത്. ആത്മാവ് പറയുന്നത് ഞാൻ നല്ലവനാണ്, ആത്മാവ് നല്ലവനാണ് അല്ലേ? പിന്നെ ഈ വൃത്തികളൊക്കെ കാണിക്കുന്നത് എങ്ങനെയാണ്? അത് ഈ ഗുണങ്ങളൊക്കെ ഇങ്ങനെ കൂടി വരുമ്പോൾ അതിൻ്റെ ആ ഇൻഫ്ലുവൻസിലാണ് ഞാനതെങ്ങനെ ചെയ്തു പോകുന്നത് അല്ലേ? പുരുഷ പ്രകൃതി സ്തോഹി ഭുങ്തേ പ്രകൃതി ഞാൻ ഗുണാൻ കാരണം ഗുണസംഘസ്യ. ഈ ഗുണങ്ങളുമായിട്ടുള്ള സംഘത്തിലാണ് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ ചെയ്തു പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ദേഷ്യപ്പെട്ടു പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ആവശ്യമില്ലാതെ ആൾക്കാരെ വഴക്ക് പറയുന്നത് അല്ലേ? ഇതെല്ലാം ഗുണങ്ങളുമായിട്ടുള്ള ആ സംയോഗത്തിൽ വരുന്ന ഒരു, അല്ലാതെ ഞാൻ കുറ്റക്കാരനല്ല, ഞാൻ നല്ലവനാണ്. മനസ്സിലായില്ലേ? ആത്മാവ് രക്ഷപ്പെടുകയെന്ന് പറയും. അപ്പോൾ പുരുഷ പ്രകൃതി സ്തൂഹി ഭുങ്തേ പ്രകൃതി ഞാൻ ഗുണാൻ. ശരിയാണ് അല്ലേ? ഗുണങ്ങളുടെ അധീനതയിലാണ് നമ്മൾ ഈ വിഷമങ്ങൾ അല്ലെങ്കിൽ ഈ തെറ്റായ ധാരണകളും തെറ്റായ ചിന്തകളും അല്ലേ ഒരു കുറ്റങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ എന്താണ്? ഈ ഗുണങ്ങളുടെ അതിക്രമം തന്നെയാണ്. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഗുണങ്ങൾ നമ്മളെ അതിക്രമിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എന്താണ്? അത് നമ്മൾ സമ്മതിച്ചു, ശരി, എൻ്റെ ഈ കുഞ്ഞുങ്ങൾ മറ്റുള്ള കൂട്ടുകാരാണ് ചീത്തയാക്കുന്നത്, ശരി, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് അവരങ്ങനെ ചീത്തയായി പോകുന്നത്? അല്ലെങ്കിൽ ഈ ഗുണങ്ങളൊക്കെ എന്തുകൊണ്ടാണ് ആക്രമിക്കുന്നത് ഒരു മനുഷ്യന്? എന്തുകൊണ്ടാണ്? നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചായിരുന്നു. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ്? അതാണ് കാരണം. നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? ആത്മാവെന്നുള്ള ഞാൻ രക്ഷപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, പറഞ്ഞ് രക്ഷപ്പെടാനായിട്ട്. ഇതൊന്നും എൻ്റെ കുഴപ്പമല്ല എന്ന് പറയുവാണ്. എന്താ പ്രഭു പറഞ്ഞേ? അല്ല, നമ്മളെല്ലാത്തിനും മായ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്ന പറ്റത്തില്ല അല്ലേ? നമുക്ക് രക്ഷപ്പെടാം. മായ അല്ലേ? മായ ഒരു വഴിക്ക് പോകും. പക്ഷെ എന്തുകൊണ്ടാണ്? നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ പഠിച്ചായിരുന്നു, അത് വളരെ ക്ലിയർ ആയിട്ട് പഠിച്ചായിരുന്നു. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഗുണങ്ങൾക്കൊക്കെ അടിമപ്പെട്ടു പോകുന്നത്? കുട്ടികളെ, കുഞ്ഞുങ്ങളെ
ആ ആ എന്താണ് മാലജി? ആഗ്രഹങ്ങൾ. ശരിയാണ്. നമ്മുടെ വാഞ്ച, നമ്മുടെ താല്പര്യങ്ങൾ, നമുക്കത് വേണം ഇത് വേണം എന്നുള്ളൊരു താല്പര്യം വരുമ്പോഴാണ് ഈ ഗുണങ്ങളെ നമ്മൾ ബാധിക്കുന്നത്. അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ തലയിൽ വന്ന് വീഴും അല്ലേ? എന്താണ്? ഓരോ താല്പര്യങ്ങളാണ്, നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലേ? കറക്റ്റാണ് മാലജി പറഞ്ഞത്. നമ്മളെ ആഗ്രഹങ്ങൾ ലിമിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗുണങ്ങളൊക്കെ അതിൻ്റെ അവിടെ നിന്നോളും അല്ലേ? നമ്മൾ ആക്രമിക്കാൻ വരില്ല. നമ്മുടെ ഈ ആഗ്രഹങ്ങൾ കൊണ്ടാണ്, അത്യാഗ്രഹം കൊണ്ടാണ് അല്ലേ ഈ ഗുണങ്ങളൊക്കെ നമ്മളെ അതായത് സ്ഥലത്ത് നമ്മളെ ആക്രമിക്കേണ്ടി വരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് രക്ഷപ്പെടാൻ പറ്റുമോ? അപ്പോൾ അതിൻ്റെയൊക്കെ ഉത്ഭവസ്ഥാനം എവിടെ നിന്നാണ്? നമ്മളിൽ നിന്ന് തന്നെയാണ്. ഇപ്പോൾ ക്ലിയർ ആയില്ലേ? അപ്പോൾ കാരണം ഗുണസംഘ അല്ലേ? അതാണ് ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കാരണം. അതാണ് നമ്മളിങ്ങനെ കെട്ടിവരിഞ്ഞ് പിടിപ്പിക്കുന്നത് അല്ലേ? പക്ഷേ അപ്പോൾ നമ്മുടെ ആത്മാവെന്ന് പറയുന്നത് എന്താണ്? നിർഗുണത്വ. എന്താണ് ഈ പൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? പൊല്യൂഷൻ അതായത് നമ്മൾ എന്താണ് അഴുക്കാവുന്നില്ല അല്ലേ? ജീവാത്മാവ് അഴുക്കാവുന്നില്ല. പക്ഷേ ഈ മോഡ്സ് കാരണമാണ്, അല്ലെങ്കിൽ ഗുണങ്ങൾ കാരണമാണ് നമ്മൾ അത്രയും വൃത്തികേടായി പോകുന്നത്, അല്ലെങ്കിൽ മോശപ്പെട്ടു പോകുന്നതെന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും കാരണം നമ്മൾ പറഞ്ഞതുപോലെ നമ്മുടെ ആഗ്രഹങ്ങളാണ്. ആത്മാവിൻ്റെ ആഗ്രഹങ്ങൾ കാരണമാണ് നമുക്ക് ഈ 3 ഗുണങ്ങൾക്ക് നമ്മൾ എന്താണ് ബന്ധപ്പെട്ട് പോകുന്നത്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട് വരുമ്പോൾ നമ്മൾ ബദ്ധാത്മാക്കളാകുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതിൻ്റെ അപ്പുറത്ത് നിൽക്കുകയാണെങ്കിൽ, നമ്മളിപ്പോൾ കണ്ടതുപോലെ ശുകദേവ ഗോസ്വാമി പോലെ നിൽക്കുകയാണെങ്കിൽ നമ്മൾ ഇതെല്ലാം ബാധിക്കുമോ? ഇല്ല. കാര്യം എന്താണ്? അദ്ദേഹത്തിന് ആഗ്രഹമില്ല, ഒരാഗ്രഹവും ഇല്ല അല്ലേ? എനിക്കത് വേണം ഇത് വേണമെന്ന് ഒരൊറ്റ ആഗ്രഹവും ഇല്ല അല്ലേ? ഉടുക്കാൻ തുണി പോലും വേണമെന്ന് താല്പര്യമില്ലാത്ത ആളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്പുറത്താണ് അദ്ദേഹം എന്ന് പറഞ്ഞാൽ വസിക്കുന്നതെന്ന് അർത്ഥം അല്ലേ? അതുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്താണ് ഈ 3 ഗുണങ്ങൾക്ക് അപ്പുറത്താണെന്ന് നമ്മൾ പറയാൻ കാരണം. അപ്പോൾ ഈ ശ്ലോകത്തിൽ പരം ഭൂയ പ്രവക്ഷ്യാമി ജ്ഞാനാനാം ജ്ഞാനമുത്തമം യജ്ഞാത്വാ മുനിയ സർവേ പരാം സിദ്ധിമിതോ ഗത. ഇത്രയും കാലം പറഞ്ഞതെല്ലാം ഒരു വശത്താക്കിയിട്ട് ഇതിനേക്കാളും നന്നായിട്ടുള്ളൊരു കാര്യമുണ്ട്, അത് ഞാൻ ഇനി പറഞ്ഞുതരാമെന്നാണ് ആര് പറയുന്നത്? ഇവിടെ ഭഗവാൻ പറയുന്നു. പരമദിവ്യോത്തമ പരശൻ പറയുന്നു, ഏതെന്നറിഞ്ഞുകൊണ്ടാണോ ഋഷികളെല്ലാം തികഞ്ഞ പരിപൂർണത നേടിയിട്ടുള്ളത്. നമ്മുടെ ശുകദേവ ഗോസ്വാമിയെ പോലെയുള്ള ആൾക്കാരൊക്കെ തികഞ്ഞ പരിപൂർണത എങ്ങനെയാണ് നേടിയതെന്നാണ് ഇവിടെ പറയുന്നത് അല്ലേ? അത് നേടാൻ അവരെ സഹായിച്ചത് എന്താണ്? ആ രഹസ്യമാണ് ഭഗവാന് ഈ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. സർവോത്കൃഷ്ടമായ ആ പരമജ്ഞാനത്തെപ്പറ്റി ഞാൻ വീണ്ടും നിന്നോട് പറഞ്ഞു തരാം. 7-ാം അധ്യായം മുതൽ 12-ാം അധ്യായത്തിൻ്റെ അവസാനം വരെ നിരപേക്ഷ തത്വമായ പരമദിവ്യത്വം പുരുഷനെ ശ്രീകൃഷ്ണൻ വിശദമായി വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ ഭഗവാൻ തന്നെ വീണ്ടും അർജുനനെ ബോധപ്രദനാക്കുന്നു. തത്വജ്ഞാനപരമായ ഊഹാപോഹ പ്രക്രിയയിലൂടെ ഈ അധ്യായത്തെ ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഭക്തിയുത സേവനത്തിൻ്റെ പ്രഭാവം സ്പഷ്ടമാവും. അല്ലേ? വീണ്ടും എന്താ പറയുന്നത് അവിടെ? ഭക്തിയുത സേവനം. ഇവിടെ ഊന്നി 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 നമ്മളെ ഇങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കിക്കുന്നത് എന്തുകൊണ്ടാണ്? അപ്പോൾ ചോദിക്കും, ഇതല്ലേ നേരത്തെ പറഞ്ഞത്, എന്തിനാ റിപ്പീറ്റ് ചെയ്യുന്നു അല്ലേ? ഇത്രയും കാലം റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്ക് മനസ്സിലായോ? ഇല്ല. അതിൻ്റെ ആ ഒരു കാര്യം അത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലായിട്ടില്ല. അതുകൊണ്ടാണ് ഭഗവാൻ വീണ്ടും വീണ്ടും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിനേക്കാളും അപ്പുറത്തായിട്ട് പ്രഭുപാദൻ നമ്മളിങ്ങനെ വീണ്ടും വീണ്ടും എന്താണ് നമ്മൾ ഓർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താണ്? ഭക്തിയുത സേവനം പ്ലീസ്, ഭക്തിയുത സേവനം പ്ലീസ്, ഭക്തിയുത സേവനം അല്ലേ? ഇപ്പോൾ ഇനിയിപ്പോൾ എന്ത് ഉത്സവമാണ് നമ്മൾ അമ്പലത്തിൽ വരാൻ പോകുന്നത്? ഈ 10-ാം തീയതി മുതൽ ചന്ദന ഉത്സവത്തിൻ്റെ പേരാണ് ഞാൻ ചോദിച്ചു. ചന്ദന ചർച്ചിലോ? ചന്ദൻ ചാർത്തൽ. ശരി അല്ലേ? അതെന്തിനാണ് ചന്ദനം ചാർത്തൽ ചെയ്യുന്നത്? എന്തിനാണ് ഭഗവാന് ചന്ദനം ചാർത്തുന്നത്? എന്തിനാണ്? ചൂട് അല്ലേ? ഇപ്പൊ ഭയങ്കര വേനലല്ലേ, ഭയങ്കര ചൂട് കാലമല്ലേ? അതിൽ നിന്ന് ഭഗവാനെ രക്ഷിക്കാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ചന്ദനം നമ്മൾ ഭഗവാന്റെ ദേഹത്ത് പറ്റും. അപ്പോൾ ഭഗവാന് ഒരു തണുപ്പ് കിട്ടും. ആ തണുപ്പിന് വേണ്ടിയാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ആ ഒരു സേവയ്ക്ക് നമ്മൾ വിളിച്ചിട്ടുണ്ട്. എന്ത് സേവയ്ക്ക്? ചന്ദനം ചാർത്താനാണ്? അല്ല, പിന്നെയോ ആ ചന്ദനം ഉരയ്ക്കാനാണ്. എല്ലാ ദിവസവും ഒരുപാട് ചന്ദനം വേണം അല്ലേ? നമ്മൾ എത്ര പേര് അതിൽ റെസ്പോണ്ട് ചെയ്തു? പ്രഭു പോയി, പ്രഭുവിന് വയ്യെങ്കിലും പോകാമെന്ന് പറഞ്ഞു അല്ലേ? മാലജി പോയി.
അല്ലേ? ആ സേവകളൊക്കെ നമ്മൾ ഏറ്റെടുത്ത് ചെയ്യണം. കുറയ്ക്കാൻ പറ്റാത്തവർ കുഴപ്പമില്ല, അവിടെ പോയി ആ വെള്ളമൊക്കെ എടുത്ത് കൊടുത്ത്, അല്ലേ, ആ പാത്രമൊക്കെ എടുത്തിട്ട് ഇടയ്ക്ക് വെച്ച് കൊടുത്താൽ മതി, അല്ലേ? എന്തെങ്കിലുമൊക്കെ സേവ ചെയ്യാനുള്ള ഒരു താല്പര്യം നമുക്കുണ്ടാവണം. അതെന്തിനാണ് ഈ അവസരങ്ങളൊക്കെ നമുക്ക് തരുന്നത്? എന്തിനാണ്? ഭഗവാനായിട്ട് നമുക്ക് തരുന്നത് എന്തിനാണ്? അങ്ങനെയെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങൾ സേവ ചെയ്ത് ഭക്തിയുടെ സേവയിലേക്ക് വന്നിട്ട് എൻ്റെ അടുത്തേക്ക് വരട്ടെ എന്നുള്ളൊരു താല്പര്യം കൊണ്ടാണ് ഇതെല്ലാം നമുക്ക് വേണ്ടി വെച്ചിരിക്കുന്നത്, അല്ലേ? നമ്മൾ അമ്പലമായിട്ട് ബന്ധപ്പെട്ടില്ലെങ്കിൽ ഇതെല്ലാം നടക്കുമോ? ചിലർ വിചാരിക്കും ഞാൻ വീട്ടിൽ ഇരുന്ന് ജപിച്ചോളാം, അല്ലേ, എനിക്ക് ഇനിയിപ്പോൾ അമ്പലത്തിൽ പോയാൽ ജപിക്കാൻ പറ്റുള്ളൂന്നൊന്നുമില്ല, അമ്പലത്തിൽ പോയാലും എനിക്ക് ഭക്തി വളരെ ഒന്നുമില്ല, ഈ ഞാനൊന്നൊന്നര പുള്ളിയാണ്, അല്ലേ, ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ചാൽ നടക്കുമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇത് വല്ലതും നടക്കുമോ? ഒരു സേവയും അവിടെ ഉണ്ടാവില്ല. അവിടെ വീട്ടിലുള്ള സേവ തന്നെ ഒരു ഗ്ലാസ് വെള്ളം വേണമെങ്കിൽ ആരെങ്കിലും ചോദിക്കും, ഈ ആ ഗ്ലാസ് വെള്ളം എടുത്തുണ്ടോ അത്, അല്ലേ? അങ്ങനെയുള്ള മനുഷ്യർ, അങ്ങനെയുള്ള നമ്മളെല്ലാവരും എങ്ങനെ സേവ ചെയ്യും വീട്ടിൽ ഇരുന്നിട്ട്? അതുകൊണ്ടാണ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് അമ്പലത്തിൽ പോയിട്ട് ഭഗവാൻ അവിടെ എന്തൊക്കെ സേവയാണോ ഉള്ളത് അതെല്ലാം ചെയ്യാൻ ശ്രമിക്കുന്നത്. അവിടെ വലിയ കഠിനമായിട്ടുള്ള പ്രവർത്തനങ്ങളൊന്നുമില്ല, അല്ലേ? അതൊക്കെ ചെയ്യാനായിട്ട് അവിടെ വേറെ ആൾക്കാരുണ്ട്. ആ വലിയൊരു ചെമ്പ് വാർപ്പുണ്ട്, അതെടുത്ത് മാറ്റി വയ്ക്കാൻ നമ്മുടെ താരത്തിലും പറയുമോ? ഇല്ല, നമ്മളെ കൊണ്ട് കഴിയത്തില്ല. പറ്റത്തില്ല. അതിനൊക്കെ ചെയ്യാനായിട്ട് അവിടെ വേറെ ആൾക്കാരുണ്ട്. നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നത് ഇച്ചിരി വെണ്ടയ്ക്ക് വന്ന് കണ്ടിച്ചു കൊടുത്തുകൂടെ, അല്ലേ? അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണോ? അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി സേവകളുണ്ട്, അത് നമ്മൾ പോയി കണ്ടുപിടിക്കണം. വെറുതെ ഇങ്ങനെ ഇരുന്ന് അവിടെ പോയി തൊഴുതിട്ട് വരുമ്പോൾ ഭക്തി ഉണ്ടാവുമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നമുക്ക് ഭക്തി വരത്തില്ല, അല്ലേ? അതിങ്ങനെ സ്ഫുരിത മുളച്ചു വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഭക്തി ഒരു സേവനം ചെയ്തേ പറ്റുള്ളൂ. എന്തുമാത്രം നമ്മൾ ജപിച്ചാലും ഭക്തി ഒരു സേവനം ചെയ്തില്ല എങ്കിൽ നമുക്കൊരിക്കലും ഭക്തിയിൽ വളരാൻ പറ്റില്ല, അല്ലേ? അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഭക്തി ഒരു സേവനം കണ്ടുപിടിക്കണം, അല്ലേ? അതിലെവിടെയൊക്കെ സൗകര്യം ഉണ്ടോ അപ്പോഴൊക്കെ നമ്മൾ അതിൽ നേടിയെടുക്കാൻ ശ്രമിക്കണം. ഉൾക്കൊള്ളുന്ന ഒരാൾക്ക് ഭക്തിയുടെ സേവനത്തിൻ്റെ പ്രഭാവം സ്പഷ്ടമാവും. വിനയപൂർവ്വം അറിവ് എടുക്കുന്നവർക്ക് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയുമെന്ന് 13-ാം അധ്യായത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു ഈ ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്ത് അത് എങ്ങനെയാണ് നമ്മൾ ഇതൊക്കെ മനസ്സിലാക്കേണ്ടത്? വളരെ വിനയപൂർവ്വമാണ്. ചില ആൾക്കാർ ക്ലാസ്സിലിരുന്ന് ഓരോ ക്വസ്റ്റ്യൻസുമായിട്ട് വരും, എഴുതിക്കൊണ്ട് വരും, അല്ലേ? അവർക്ക് ഈ ക്വസ്റ്റ്യൻസും അറിയാം, ആൻസേഴ്സും അറിയാം. അവരെന്തിനാ ചോദിക്കണേ? ഇവിടെ ഇരുന്ന് പറയുന്നതിനും വല്ലതും അറിയാമോ ചോദിക്കാൻ വേണ്ടിയാണ്, അല്ലേ? അത് വിനയപൂർവ്വമാണോ ചെയ്യുന്നത്, അല്ലേ? നമ്മുടെ കൂട്ടത്തിലൊക്കെ ആൾക്കാരുണ്ടായിരുന്നു അതുപോലെയൊക്കെ, അല്ലേ? അതൊരിക്കലും അവരുടെ ഭക്തിയെ വികസിപ്പിക്കാനായിട്ട് സാധിക്കുകയില്ല, സത്യം, അല്ലേ? അതിന് തീർച്ചയായിട്ടും അവർ താഴോട്ട് പോകത്തേ ഉള്ളൂ. അവരറിയത്തില്ല. അവർ പൊത്തോന്ന് താഴെ വീഴുമ്പോഴേ അറിയുള്ളൂ, അയ്യോ ഞാൻ ഇത്രയും ഈ കിണറ്റിനകത്ത് വീണു പോയല്ലോ, അല്ലേ? നമ്മളറിയത്തില്ല. അത്രയ്ക്കും രൂക്ഷമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെയുള്ള പ്രവൃത്തികളൊക്കെ. അത് ഇതിനകത്ത് ഭക്തി ഒരു സേവനത്തിൽ നമുക്ക് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്? വളരെ വിനയത്തോടു കൂടി നമ്മൾ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കണമെന്നാണ്. അറിയുന്ന കാര്യങ്ങളല്ല ചോദിക്കണം, പിന്നെ അറിഞ്ഞൂടാത്ത കാര്യങ്ങൾ വേണം നമ്മൾ ചോദിച്ച് മനസ്സിലാക്കണം. ഇപ്പോൾ പണ്ടൊക്കെ ഗുരുകുല വിദ്യാഭ്യാസം എന്ന് കേട്ടിട്ടുണ്ട്, അല്ലേ? അവിടെ നമ്മൾ എങ്ങനെയാണ് പോകേണ്ടതെന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ഒരു കെട്ട് വിറകുമായിട്ട് വേണം നമ്മൾ അവിടെ പോകാനെന്നാണ്. ഞാൻ പോയി വിറക് കൊടുത്തോണ്ട് വരട്ടാ എന്ന് ചോദിച്ചിട്ടല്ല, പിന്നെയോ ആദ്യമേ കാട്ടി പോയി വിറകൊക്കെ, കാരണം അവിടുത്തെ അമ്മയ്ക്ക് ഇതൊക്കെ വേണമെന്ന് നമുക്കറിയാം, അല്ലേ? അമ്മ ഇത് നോക്കിയിരിക്കാൻ രാവിലെ പാകം ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഭഗവാൻ എന്തെങ്കിലും ഭോഗം പാകം ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് വിറക് വേണം, അത് ആ ചുള്ളിക്കമ്പ് വേണം. അത് കാട്ടിപ്പോയി ആദ്യമേ പോയി റെഡിയാക്കി കെട്ടി തലയിൽ വച്ചിട്ട് വന്നിട്ട് വേണം ഗുരുവേ എനിക്ക് എന്തെങ്കിലും പറഞ്ഞു തരുമോ എന്ന് ചോദിക്കേണ്ടത്, അല്ലേ? അല്ലാതെ അവിടെ പോയി ഇന്നിപ്പോൾ വിറവ് വേണോ? നമ്മൾ വീട്ടിൽ പലരിച്ചു, ഇനിയിപ്പോൾ തേങ്ങ തിരികിട്ടില്ല ഇല്ലെങ്കിലും കുഴപ്പമില്ലല്ലേ, ഇന്നലത്തെ ഉണ്ടല്ലേ ബാക്കി, ഇനിയിപ്പോൾ തരുവണോ എന്ന് ചോദിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ ഈ ചോദ്യം കേൾക്കുമ്പോൾ, അല്ലേ, വീട്ടിലുള്ളവർ ഇല്ല കുഴപ്പമില്ല ഞാൻ ഇന്നലത്തത് ഉണ്ട് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയും, അല്ലേ? അങ്ങനെയല്ല ചെയ്യുന്നത്. പിന്നെയോ മനസ്സോടുകൂടി നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ സേവ ചെയ്തിട്ട് വേണം നമ്മൾ വിദ്യ ചോദിച്ചു വാങ്ങിക്കാനുണ്ട് എന്നാണ് ഇവിടെ പറയുന്നത്. വിനയപൂർവ്വം അറിവ് എടുക്കുന്നവർക്ക് ഭൗതിക ബന്ധങ്ങളിൽ നിന്ന് മോചനം നേടാൻ കഴിയുമെന്ന് 13-ാം അധ്യായത്തിൽ വ്യക്തമായി പ്രതിപാദിച്ചിട്ടുണ്ട്. പ്രകൃതിയിലെ ത്രിഗുണങ്ങളുമായുള്ള സമ്പർക്കത്താലാണ് ജീവസത്ത ഭൗതിക ലോകത്തിൽ കുരുങ്ങുന്നതെന്നും പറഞ്ഞു. അത് നമ്മൾ നേരത്തെ കേട്ടു. ആ പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ എന്തെല്ലാമെന്നും അവ എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്നും ആത്മാവിനെ അവ കുടുക്കിൽപ്പെടുത്തുന്നതും മോചിപ്പിക്കുന്നതും ഏതേതു വിധത്തിലെന്നും ഈ അധ്യായത്തിൽ പരമപുരുഷൻ വിവരിക്കുന്നു, ഈ 14-ാമത്തെ അധ്യായത്തിൽ. അപ്പോൾ നമുക്കിനി കേൾക്കാം. ഇവിടെ വിവരിക്കപ്പെട്ട ജ്ഞാനം മറ്റധ്യായങ്ങളിൽ വെളിവാക്കപ്പെട്ട ജ്ഞാനത്തെക്കാൾ ഉത്കൃഷ്ടമാണെന്ന് പരമപുരുഷൻ തന്നെ പ്രഖ്യാപിക്കുന്നു, അല്ലേ? അപ്പോൾ ഇനി കേൾക്കാൻ പോകുന്ന ജ്ഞാനങ്ങളൊക്കെ ഇതുവരെ കേട്ടതിൽ നിന്നും കുറച്ചുകൂടെയൊക്കെ വിഭിന്നമായിട്ട് കുറച്ചുകൂടെ ആഴ്ന്നിറങ്ങി അതിൻ്റെ ഇമ്പോർട്ടൻസ് അത്രയും കൂടുതലാണെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ പഠിക്കാനായിട്ട്.
അധ്യായത്തിൽ പരമപുരുഷൻ വിവരിക്കുന്നു. ഇവിടെ വിവരിക്കപ്പെട്ട ജ്ഞാനം മറ്റധ്യായങ്ങളിൽ വെളിവാക്കപ്പെട്ട ജ്ഞാനത്തെക്കാൾ ഉത്കൃഷ്ടമാണെന്നും പരമപുരുഷൻ തന്നെ പ്രഖ്യാപിക്കും. ഈ ജ്ഞാനം നേടിയത് കൊണ്ടാണ് അനേകം ഋഷിവര്യന്മാർ പരിപൂർണതയിൽ എത്തിയതും. അപ്പോൾ നമ്മൾ ഇനി കാണാൻ പോകുന്ന അല്ലെങ്കിൽ കേൾക്കാൻ പോകുന്ന ജ്ഞാനമാണ് ആര്? മുനിമാര്. അവിടെ പ്രത്യേകം ഭഗവാൻ മുനി എന്നാ പറയുന്നത് അല്ലേ? എന്താ വാക്കോട് പറയുന്നത്? യജ്ഞാത്വാ മുനയാ സർവേ. മുനിമാര് പോലും അവിടെ ഭക്തന്മാരെന്ന് പറഞ്ഞിട്ടില്ല, സാധാരണ മനുഷ്യരെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ അവിടെ അദ്ദേഹം എന്താ പ്രത്യേകം പറഞ്ഞത്? മുനിമാർ. അപ്പം അവർക്ക് മാത്രം സ്വായത്തമായ കാര്യമാണെന്ന് അർത്ഥം അല്ലേ? എന്ന് പറഞ്ഞ് നമ്മൾ മാറ്റി നിർത്തണമെന്നല്ല, നമുക്കും അത് നമുക്ക് സ്വീകരിക്കാം, അത് ഫോളോ ചെയ്യാം, ഒരു കുഴപ്പമില്ല. പക്ഷെ മുനിമാർ ആ സ്ഥിതിയിൽ എത്തുന്നത്, ആ ലെവലിൽ എത്തിയത് എന്തുകൊണ്ടാണ്? ഇത് അറിഞ്ഞത് കൊണ്ടാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് അറിഞ്ഞുകൊണ്ടാണെന്നാണ്. ഉത്കൃഷ്ടമാണെന്ന് പരമപുരുഷൻ ഈ ജ്ഞാനം നേടിയത് കൊണ്ടാണ് അനേകം ഋഷിവര്യന്മാർ പരിപൂർണതയിലെത്തിയതും ആധ്യാത്മിക ലോകത്തിലേക്ക് കടന്നതും അല്ലേ? അപ്പോൾ ആധ്യാത്മിക ലോകത്തിലേക്ക് കിടക്കണമെങ്കിൽ ആ പരിജ്ഞാനം വേണം, ആ ജ്ഞാനം വേണം. അതാണ് ഇനി പറയാൻ പോകുന്നത്. അതേ ജ്ഞാനത്തെ തന്നെയാണ് ഭഗവാൻ ഇവിടെ കുറേ കൂടി ഭംഗിയായി വിശദീകരിക്കുന്നത്. ഇതുവരെ പ്രതിപാദിക്കപ്പെട്ട ജ്ഞാനപ്രക്രിയകളെക്കാൾ ശ്രേഷ്ഠതയുണ്ട് ഇതിന്. ഇതറിഞ്ഞിട്ട് പലരും പരിപൂർണത നേടിയിട്ടുണ്ട്. തന്മൂലം ഈ 14 അധ്യായം സശ്രദ്ധം പഠിക്കുന്നവർക്ക് പരിപൂർണത നേടാം. അപ്പോൾ ഇനി ഒരു ദിവസം പോലും ആബ്സെൻ്റ് ആവാൻ പാടില്ല എന്നർത്ഥം അല്ലേ? ആബ്സെൻ്റ് ആയാൽ നമുക്കിതൊക്കെ നഷ്ടപ്പെടും. അല്ലേ? ഒരാൾ ഭഗവാന്റെ അടുത്തേക്ക് വരുന്നത് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട് അല്ലേ? 4 കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. ഭഗവാനെ നമ്മൾ സമീപിക്കുന്നത് 4 കാര്യങ്ങൾക്ക് വേണ്ടി. അത് ഏതൊക്കെയാണ്? ആ 4 കാര്യങ്ങളെന്തോ? ഒരു വീട്, ഒരു ജോലി, ഒരു കല്യാണം, അതാണോ? പിന്നെ അല്ല, നമ്മൾ ഭയപ്പെടുമ്പോൾ അല്ലേ, ഭയമുള്ളവർ ഭഗവാനെ സമീപിക്കും. പിന്നെയോ എന്തെങ്കിലും ആഗ്രഹമുണ്ടെങ്കിൽ അർത്ഥാർത്ഥി അല്ലേ, അവരും ഭഗവാനെ സമീപിക്കും. പിന്നെ നമ്മുടെ ജോലി എന്നുള്ള നിലയിൽ അല്ലെ, നമ്മുടെ സേവ എന്നുള്ള നിലയിലും ഭഗവാനെ സമീപിക്കും. അല്ലെ ഋഷിമാരും ബ്രാഹ്മണന്മാരും അങ്ങനെയാണ്. പിന്നെ എന്താണ്? ജ്ഞാനം കിട്ടാൻ വേണ്ടി നമ്മൾ ആര് സമീപിക്കും? ഭഗവാനെ സമീപിക്കും. ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഈ അധ്യായത്തിൽ ഈ 3 ഗുണങ്ങളെക്കുറിച്ചിട്ട് വളരെയധികം വിശദീകരിക്കുന്നുണ്ട്. നമ്മൾ എങ്ങനെയൊക്കെയാണ് ഈ 3 ഗുണങ്ങളിൽ അടിമപ്പെട്ടു പോകുന്നതെന്നും അതിനെ എങ്ങനെ നമുക്ക് പിടിച്ചു നിർത്താമെന്നും അതിൽ മുകളിലേക്ക് എങ്ങനെ വരാമെന്നും ഈ അധ്യായത്തിൽ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ എന്താണ് ചുരുക്കം എന്ന് പറയുന്നത്, നമ്മൾ ഭഗവാനിൽ സറണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ഈ ജ്ഞാനം സ്വായത്തമാക്കാൻ കഴിയും. അതാണ് ഇവിടെ മുനികളൊക്കെ ചെയ്യുന്നതെന്നാണ് ഇവിടെ ഭഗവാൻ തന്നെ പറയുന്നത്. മുനി എന്ന് പറഞ്ഞാൽ എന്താണ്? അവരെല്ലാവരും തന്നെ മനസ്സിനെ കൺട്രോൾ ചെയ്തവരാണ് അല്ലേ? അപ്പോൾ ആ മനസ്സിനെ കൺട്രോൾ ചെയ്തുകൊണ്ടാണ് അവരൊക്കെ മുനിയായതും എന്താണ് അവർക്ക് തിരിച്ച് ഭഗവാന്റെ ധാമത്തിലേക്ക് പോകാൻ സാധിച്ചതും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അവരെ ഫോളോ ചെയ്യുക, അത്രയേ ഉള്ളൂ. നമ്മളെങ്ങനെ ഫോളോ ചെയ്യും? അവർ ചെയ്തതുപോലെ ഭഗവാന് ഫുള്ളി സറണ്ടർ ചെയ്തപ്പോൾ നമുക്കും അതുപോലെ ആവാൻ പറ്റും അല്ലേ? നമ്മളെല്ലാ കാര്യത്തിനും ഭഗവാനെ നമ്മൾ സമീപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ലെവലിലേക്ക് എത്താൻ പറ്റും എന്നാണ് ഇവിടെ പറയാം. ഇനി പരംഭൂയ, അപ്പോൾ ഇനിയും അതുപോലെ ഉള്ള കാര്യങ്ങൾ പറഞ്ഞുതരാമെന്ന് പറയാം. അങ്ങനെ നമുക്ക് തീർച്ചയായിട്ടും പരാംസിദ്ധിയും അല്ലേ, തീർച്ചയായിട്ടും നമുക്ക് പരമധാമത്തിലേക്ക്, ഭഗവാന്റെ ധാമത്തിലേക്ക് നമുക്ക് തിരിച്ചെത്താനും കഴിയും. എന്താണ് പരമമായിട്ടുള്ള ലക്ഷ്യം അല്ലെങ്കിൽ പരമമായിട്ടുള്ള ധാമം അതെവിടെയാണ്? ഗോലോക വൃന്ദാവനത്തിൽ നമുക്ക് എത്താൻ കഴിയും. അത്രയേ ഉള്ളൂ. ഹരികൃഷ്ണ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഇതൊരു ഇൻട്രൊഡക്ഷൻ മാത്രമാണ് അല്ലേ? ആദ്യത്തെ ശ്ലോകം എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകം മുതൽ ഇതിൻ്റെ കാതലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇന്നിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ സമയമില്ല. ഹരികൃഷ്ണ, എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ചോദിക്കും. ഞാനിപ്പോൾ പറഞ്ഞല്ലോ പ്രഭു അതിൻ്റെ ഉത്തരം. നമ്മൾ ഭഗവാനിൽ സറണ്ടർ ചെയ്യുക. ഭഗവാനിൽ സറണ്ടർ ചെയ്യുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല. ആഗ്രഹങ്ങളില്ലെങ്കിൽ
നമ്മുടെ ഈ എന്താണ് 3 ഗുണങ്ങളെ നമ്മൾ അതിക്രമിച്ചു എന്നാണ്, അതിൻ്റെ അപ്പുറത്തേക്ക് പോയി എന്നാണ് അല്ലേ. ആഗ്രഹങ്ങൾ വരുമ്പോഴേ നമ്മളെ ഈ 3 ഗുണങ്ങളും നമ്മൾ ആക്രമിക്കുന്നത് അല്ലേ, നമ്മളെ കെട്ടി വരിക്കുന്നത് ഈ 3 ഗുണങ്ങളും ഉണ്ട്. അതാണ് നമ്മൾ ആദ്യം കണ്ടത്, ഈ ക്ലാസ്സിൽ ആദ്യം കണ്ടത് അല്ലേ. അപ്പോൾ ആഗ്രഹങ്ങൾ ഇല്ലാതെ കഴിഞ്ഞാൽ നമ്മളവിടെ അവരെ എന്താണ് അവർക്ക് മുകളിലാണ്, ഈ 3 ഗുണങ്ങൾക്ക് മുകളിലാണ് നടത്തുന്നത്. അവർ നമ്മളെ ആക്രമിക്കില്ല. ക്ലിയർ ആയില്ലേ? എന്താ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വേറെ എന്തെങ്കിലും? എനി ക്വസ്റ്റ്യൻസ്? ഇല്ല. അപ്പോൾ നമുക്കൊന്ന് നിർത്താമോ? ഹരേ കൃഷ്ണ. നമ്മുടെ ഹരേകൃഷ്ണ പ്രഭുവും ബ്രജസേയ പ്രഭുവും ഗുരുവായൂർ പോയിരിക്കുവാണ് അല്ലേ, ഒരു ചെറിയ ദൗത്യമായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് വീണ്ടും എടുക്കേണ്ടി വന്നു. കഴിഞ്ഞ ക്ലാസ് ഞാനാണ് എടുത്തത്. അപ്പോൾ അടുത്ത ആഴ്ച അവർ വരും തീർച്ചയായിട്ടും. അവരുടെ ക്ലാസ്സുകളൊക്കെ ഇനി നമുക്ക് അടുത്ത ആഴ്ച മുതൽ കേൾക്കാം. ഹരേ കൃഷ്ണ. ഭഗവത്ഗീത ഗ്രന്ഥരാജ് की जय. वांछा कल्पतरुपश्च कृपा सिंधु एव च परिदानां पावनेभ्यो वैष्णवेभ्यो नमो नमः. अनंत कोटि वैष्णव वृंद की जय. श्रील प्रभुपाद की जय. गुरुदेव की जय.